നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോട്ടാപ്പിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ദിവസത്തെ കാര്യമല്ല, എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 10 ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ടോട്ടാപ്പിയുടെ കുടുക്ക പൊട്ടിക്കലായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. അതായത് ടോട്ടുവിൻ്റെ 2ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുടുക്ക മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കിട്ടുന്ന കോയിൻസ് എല്ലാം ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ 3ാമത്തെ വയസ്സായപ്പം അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കുന്ന സമയത്ത് ഒരു പോർഷൻ അവൾ ഇടട്ടെ എന്നങ്ങ് വിചാരിച്ചു. ഒരു മാലയും മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ അവൾക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള സേവിങ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ കുടുക്കയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ ബർത്ത്ഡേ ശരിക്കും 7th പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് 4th അന്ന് നമ്മുടെ വീട്ടിൽ ഓൾറെഡി റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് അന്നായിട്ടോ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത്. കേക്ക് കട്ടിംഗ് എന്ന് പറയുമ്പം അങ്ങനെ ഗംഭീര ആർഭാട പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മളൊരു കേക്ക് മേടിച്ച് അവളെ ഒന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും ഷെയർ ചെയ്തു. പിന്നെ എസ്പെഷ്യലി ടോട്ടുവിൻ്റെ അച്ഛൻ്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തായതുകൊണ്ട് തന്നെ ടോട്ടുവിൻ്റെ ഒരു ബർത്ത്ഡേയും അവളുടെ അച്ഛയ്ക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അവളുടെ എല്ലാ ബർത്ത്ഡേയും നമ്മളങ്ങനെ ഓവർ സെലിബ്രേഷൻ ഒന്നും പ്ലാൻ ചെയ്ത് നടത്തിയിട്ടില്ല കേട്ടോ. കേക്ക് മുറിച്ചിട്ടുള്ള ഒരു ഇരിപ്പ് മാക്രാന്തമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ എൻ്റെ വായിൽ വെച്ച് തരില്ല എന്ന്. പക്ഷേ എനിക്ക് കിട്ടി ഗൈസ്. പിന്നെ ടോട്ടുവിന് ഇപ്പോഴും ബർത്ത്ഡേ വിഷയം പറഞ്ഞാൽ ഒന്നുകിൽ ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ ആയിട്ടോ വരിക. ഇതിൽ നിന്ന് ഇതുവരെ അവൾ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛയും ഫാമിലിയും വിളിച്ചപ്പം എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് 5ാം തീയതി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ. അതും കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ടോട്ടുവിന് ഒരു ചെറിയ പനി പിടിച്ചു. അല്ലെങ്കിലും എല്ലാ ബർത്ത്ഡേക്കും ഗംഭീരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വരാറുണ്ട് കേട്ടോ. പിന്നെ 6ാം തീയതി കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 hours വിട്ട് പാരസെറ്റാമോൾ കൊടുക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ 16 നൈറ്റ് ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് പനിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്ക് കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് പനി വന്നപ്പം ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എപ്പോൾ പനിയെന്ന് വന്നാലും ഞാൻ ടെമ്പറേച്ചർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. വേറെ പനിയുടെ കൂടെ കോൾഡ്, ചുമ അങ്ങനത്തെ എന്തൊക്കെ വന്നാലും എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ടെമ്പറേച്ചർ കൂടുന്ന കാര്യം എനിക്ക് ഒടുക്കത്തെ ടെൻഷനാണ്. പിന്നെ യൂഷ്വലി എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ടോട്ടുമെങ്കിലും അങ്ങനെ ആവരുതെന്ന് വിചാരിച്ച് എസ്പെഷ്യലി പനിയൊക്കെ ഉള്ളപ്പം ഞാൻ ഇഷ്ടംപോലെ വെള്ളം അവൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവൾക്ക് യൂഷ്വലി ഇങ്ങനെ ബോട്ടിലിൽ വെള്ളമാക്കി കൊടുത്താൽ അവൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചോളൂ കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ അവളുടെ മേത്ത് ചാടിയ. പിന്നെ അത് അവൾക്കൊരു കളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്യണം, തുറക്കണം, ക്ലോസ് ചെയ്യണം, തുറക്കണം. ഇത് തന്നെ പരിപാടി. അങ്ങനെ കളി കൂടി വന്നപ്പം ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നൊരു വഴക്കൊക്കെ കേട്ട് തന്നെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ 7th ഇവളുടെ ബർത്ത്ഡേ. ഇന്ന് ആക്ച്വലി ഇവളെയും കൊണ്ട് പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോകണം, പാർക്കിലൊക്കെ പോകണം, അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻസ്. പക്ഷെ പനി ജസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസത്തിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയി പിടിച്ച് കുറച്ച് സ്വീറ്റ് കോണും ആപ്പിളും എഗ് വൈറ്റും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ സ്വീറ്റ് കോൺ ഒഴികെ ബാക്കിയെല്ലാം ആൾ കംപ്ലീറ്റ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. ഇവൾ ആക്ച്വലി ഒരു ഡൈനാറോമ ഫാനാണ് കേട്ടോ. എപ്പോഴും അതും കണ്ടുകൊണ്ടിരുന്നിട്ട് അവരെ പോലെയൊക്കെ ആക്ട് ചെയ്യലാണ് അവളുടെ മെയിൻ പരിപാടി. പിന്നെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ഇടുമായിരുന്നു കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ആ റെഡ് ഡ്രസ്സിൽ ഇവൾ കേക്ക് കട്ടിങ്ങിനിട്ട് ആ ഡ്രസ്സും ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർ പൂനെന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ആ ബട്ടർഫ്ലൈൻ്റെ ചിറകൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഇവൾക്കിപ്പം ഇതുപോലത്തെ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുവരെ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കുറച്ച് നാളായിട്ട് ഇതുപോലെ കറങ്ങുന്ന ഉടുപ്പ് എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബട്ടർഫ്ലൈയുടെ ആ വിങ്സിൻ്റെ കൂടെ ഒരു ഹെയർ ബാൻഡും ഇതുപോലത്തെ ഒരു സ്റ്റിക്കും ഉണ്ടായിരുന്നേ. ഇത് കണ്ടാൽ പിന്നെ അവൾ മജീഷ്യനായിട്ട് മാറുന്നതാണ്. പിന്നെ അന്നത്തെ ഡേ അങ്ങ് പെട്ടെന്ന് തീർന്നു പോയിട്ടോ. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പം ഇവർക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ള ഈ സ്കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നേ. ഇങ്ങനത്തെ ഐറ്റംസും സൈക്കിളൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ആക്രാന്താണേലും ഇതിനകത്ത് കയറാൻ അവൾക്ക് നല്ല പേടിയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ, അതാ ഇവിടെ ചവിട്ടിയാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷേ എവിടുന്ന് പേടി കാരണം ഇതൊക്കെ ഒന്ന് കേൾക്കാനെങ്കിലും അവൾക്ക് തോന്നണ്ടേ. ലാസ്റ്റ് അവളുടെ ബാർബീനെ അതിൽ വെച്ചിട്ട് അതിൽ കൂടെ ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊക്കെ സെറ്റാക്കി എടുക്കാം. ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ. അത്യാവശ്യം അതിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ 7th നൈറ്റിലെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. 7th നൈറ്റാണ് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ മെഡിക്കൽ എമർജൻസി ആയിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത്. അതെല്ലാം കഴിഞ്ഞ് ഒരു 10th ഞാൻ തിരിച്ചു വന്നത്. അപ്പോഴേക്കും വീട്ടിൽ അടുത്ത പാഴ്സൽ എത്തിയിട്ടുണ്ടായിരുന്നു.
അതിനുള്ളിലെ പസിൽസ് കണ്ടതോടുകൂടി ഞാൻ അവളെ പതുക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ അത് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി. പിന്നെ ടോട്ടുവിന് വേറെ എക്സ്ട്രാ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ വാച്ച് ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ മേടിച്ച ഗിഫ്റ്റാണ്. ഈ വാച്ചിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഞാൻ അന്ന് എടുത്ത കുറച്ച് പിക്സും കൂടി കാണിച്ചു തരാം കേട്ടോ.